ഇപ്പോൾ ഈ സർക്കാരും ആ നിലപാടുകൾ തന്നെ തുടരുന്നു എന്നത് വ്യക്തമാകുന്നു. കൃഷി വകുപ്പ് ടി സിദ്ദിഖിന് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ വി അരുൺ എന്നോടൊപ്പം ചേരുന്നു. അരുൺ, വകുപ്പുകളിൽ തീരുമാനമായി. വകുപ്പുകളുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃഷി വകുപ്പാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ടി സിദ്ദിഖിന് കൃഷി വകുപ്പ് നേരത്തെ ഘടകകക്ഷികൾക്ക് നൽകാൻ ആലോചന ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല, കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുകയാണ്. വലിയ പ്രശ്നങ്ങൾ കൃഷി വകുപ്പ് ബന്ധപ്പെട്ടുണ്ട്. കർഷകർ പല കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നു. കൃഷി കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അത് കർഷകരുടെ പ്രശ്നത്തെ വലിയ തോതിൽ ബാധിക്കപ്പെടുന്നുവെന്ന് യാസ് അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ആദ്യത്തെ വാർത്ത, അല്ലേ അരുൺ? തീർച്ചയായിട്ടും കൃഷി വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. കേരള കോൺഗ്രസ് അടക്കം താല്പര്യമുള്ള വകുപ്പായിരുന്നു. പക്ഷേ ആ വകുപ്പ് കോൺഗ്രസിന്റെ ഏത് പ്രധാനപ്പെട്ട നേതാവിന് തന്നെ, പുതിയ മന്ത്രിയാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട നേതാവിന് തന്നെ കൃഷി വകുപ്പ് നൽകുകയാണ് കോൺഗ്രസ്. അതിലൂടെ കർഷക സമൂഹത്തിന്റെ, മലയോര മേഖല ജനങ്ങളുടെയൊക്കെ വിശ്വാസം പിടിച്ചു പറ്റാമെന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. പ്രത്യേകിച്ചും ടി സിദ്ദിഖ് മലയോര മേഖലയിൽ നിന്നുള്ള ഒരു MLA കൂടിയാണ്. ഏതായാലും കൃഷി വകുപ്പ് ടി സിദ്ദിഖിന് നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് ഉന്നത വിദ്യാഭ്യാസമാണ്. റോജി എം ജോൺ ആകും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി. JNU അടക്കം വിദ്യാഭ്യാസം പഠിച്ച റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി വരികയാണ്. അതിനൊപ്പം മറ്റൊരു വകുപ്പ് കൂടി അദ്ദേഹത്തിനുണ്ട്. അതിന്റെ അന്തിമ തീരുമാനം അറിയേണ്ടിയിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് സഹകരണം. നേരത്തെ CMDക്ക് നൽകിയിരുന്ന, ഘടകകക്ഷികൾക്ക് നൽകിയിരുന്ന വകുപ്പാണ് സഹകരണവും കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ നേരത്തെ വ്യക്തമായിരുന്നു. ആ സഹകരണ വകുപ്പ് നേരത്തെ ലിജുവിന് എക്സൈസ് വകുപ്പ് നൽകാനായിരുന്നു ആലോചന. പക്ഷേ അന്തിമ സീറ്റ് വകുപ്പ് വിഭജനത്തിൽ സഹകരണ വകുപ്പ് നൽകുന്നത് PC വിഷ്ണുനാഥിനാണ്. അദ്ദേഹത്തിന് സാംസ്കാരിക വകുപ്പിനൊപ്പം സഹകരണം കൂടി നൽകാനാണ് തീരുമാനം. ഗതാഗതം CP ജോൺ നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതുപോലെ വനം വകുപ്പ് ഷിബു ബേബി ജോൺ എന്ന വിവരങ്ങളും നേരത്തെ പുറത്തു വന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 3 വകുപ്പുകളാണ് ഇന്ന് പുതുതായി, ഇന്നലെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായി അന്തിമ വകുപ്പ് വിഭജനത്തിൽ വ്യക്തമാകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഗവർണർക്ക് വകുപ്പുകളുടെ, മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ കൈമാറും. അതിനുശേഷം ലോക്ഭവൻ അത് ഗസറ്റ് വിജ്ഞാപനമായി പുറത്തിറക്കും. അതോടുകൂടി വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകും, ധാരണയാകും. മനു. യെസ്, അപ്പോൾ അതാണ് വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനം ആയിരിക്കുന്നു. സിദ്ദിഖിനാണ് കർഷക കോൺഗ്രസുമായി ബന്ധപ്പെട്ട കർഷകരുടെ വലിയൊരു ആവശ്യമായിരുന്നു ഈ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന്. കാരണം പലപ്പോഴും ഇത് ഘടകകക്ഷികൾ കൊടുക്കുമ്പോൾ ആവശ്യമായ ഒരു ശ്രദ്ധ ഇതിൽ നൽകാൻ കഴിയുന്നില്ല എന്ന ഒരു ആവശ്യം കോൺഗ്രസിലെ വലിയ വിഭാഗം കർഷകർ ഉന്നയിച്ചതാണ്. അത് ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. ടി സിദ്ദിഖാണ് കൃഷിമന്ത്രി. ഉന്നത വിദ്യാഭ്യാസ റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യും. PC വിഷ്ണുനാഥിന് സഹകരണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒപ്പം വനം നമുക്കറിയാം ഷിബു ബേബി ജോൺ നേരത്തെ തന്നെ വ്യക്തമായ, ഗതാഗതം CP ജോണിന് ആണ് എന്നതൊക്കെ നേരത്തെ വ്യക്തമായതാണ്. അപ്പോൾ പുതിയ വകുപ്പുകളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടിയാണ് പുറത്തു വന്നത്. വി അരുൺ ആണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോടൊപ്പം ചില പ്രേക്ഷകർ കൂടി പൊതുവേദിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഇടയ്ക്ക് ഇതിൻ്റെ ജാമായി പോയതുകൊണ്ട് കമൻറ്റുകൾ വായിക്കാൻ കഴിഞ്ഞില്ല. ഇടുക്കിയിൽ നെടുങ്കണ്ടം, രാമക്കൽമേട് എന്നിവിടങ്ങളിലേക്കൊക്കെ KSRTC ഉണ്ടല്ലോ എന്ന് എന്നോട് ജയകുമാർ പറയുന്നു. അതോടൊപ്പം VC തോമസ് എന്നോട് പറയുന്നു വയോജനങ്ങൾ കൂടി സൗജന്യ യാത്ര അനുവദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നു. VDS ഷുഡ് സീക്ക് ഫർദർ അഡ്വൈസ് ഫ്രം അലക്സാണ്ടർ ജേക്കബ് IAS. He have better plans like free food from jail which he has implemented എന്ന് ഫ്രീഡം ഫുഡ് ഫ്രം ജയിൽ വിച്ച് ഹി ഹാസ് ഇംപ്ലിമെൻറ്റഡ് എന്ന് പറയുന്നു. ഓക്കെ, അലക്സാണ്ടർ ഫ്രീഡം ഫുഡ് നമുക്കറിയാം, ജയിലിൽ നിന്നുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ കഴിക്കാത്ത ആളുകൾ കുറവായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.